ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു ദിവസത്തെ രാവിലെ എങ്ങനെയായിരിക്കും എന്നാണ്. ഇന്ന് ഏട്ടന് ഡ്യൂട്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എണീറ്റത്. അങ്ങനെ എണീറ്റിട്ട് പ്രാർത്ഥിച്ച് നേരെ ഫോണൊക്കെ നോക്കിയിട്ട് കിച്ചണിലോട്ട് കിടക്കും. ഞാൻ എണീറ്റതിന് ശേഷമൊക്കെയാണ് അപ്പം പൊന്നൂസൊക്കെ എണീക്കുന്നത്. അങ്ങനെ ഇത് ഞാൻ കിച്ചണിലോട്ട് കടന്ന് തന്നെ ബാക്കത്തെ വാതിൽ തുറക്കും. ഫോണൊക്കെ നോക്കി കഴിഞ്ഞിട്ടാണ് കിച്ചണിലോട്ട് കിടക്കുന്നത്. എന്നിട്ട് ബാക്കത്തെ വാതിലൊക്കെ തുറന്നിട്ട് പല്ല് തേക്കും. ഇന്ന് നല്ലപോലെ നേരം വെളുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഏട്ടനിൽ ലീവായതുകൊണ്ട് തന്നെ എണീക്കാൻ ഇന്ന് ഇച്ചിരി വൈകിയായിരുന്നു. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ചായ വയ്ക്കും. വെള്ളയപ്പമാണ് ഇന്ന് രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. വെള്ളയപ്പത്തിൻ്റെ മാവ് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. വെള്ളയപ്പവും തേങ്ങാപ്പാലാണ് ഇന്ന് ഞങ്ങൾ കഴിക്കുന്നത് രാവിലെ. തേങ്ങാപ്പാൽ അല്ലെങ്കിൽ മുട്ടക്കറി, ഇറച്ചിക്കറി അങ്ങനെ എന്ത് വേണമെങ്കിലും കഴിക്കും. പക്ഷേ ഇന്ന് ഞങ്ങൾ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഹാളിലെ വിൻഡോ ഒക്കെ ഞാൻ ഓപ്പൺ ചെയ്യാമെന്ന്. വിൻഡോസൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ഹാളിൽ പിന്നെ ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. ഹാളിൽ നിന്നല്ല, വീട് മൊത്തം പ്രകാശമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ സോഫയിലും ടേബിളുമെല്ലാം ഓരോന്നൊക്കെ വലിച്ചു വാരിയിട്ടുണ്ടാവും മോൾ. അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് നേരെ പിന്നെയും കിച്ചണിലോട്ട് പോകും. ഇതൊക്കെ തന്നെയായിരിക്കും ഒരുവിധം എല്ലാ അമ്മമാരുടെയും രാവിലത്തെ പണികൾ അല്ലേ. ഇനി ചായ വെക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പയും മോളും എണീക്കുമ്പോഴേക്കും എൻ്റെ വെള്ളയപ്പം ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ചായ വയ്ക്കുന്നുണ്ട്. ചായ ഇതാ തിളച്ച് വരുന്നു. പഞ്ചസാര ഓൾറെഡി ഇട്ടു. ഇനി പൊടി ഇട്ട് കഴിഞ്ഞാൽ ചായ റെഡി. ജനലൊക്കെ ഞാൻ തുറന്നിടുകയാണ്. അപ്പോഴേക്കും ഇത് ഏട്ടൻ എണീറ്റ് വരുന്നുണ്ട്. ഏട്ടൻ പ്രാർത്ഥിച്ച് ബ്രഷ് ചെയ്യാൻ പോവും. ഞാൻ ആ സമയം കൊണ്ട് ഫ്രണ്ട് സൈഡിലെ ഡോറൊന്ന് തുറന്നു. നല്ല കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മോൾ എണീറ്റ് സൗണ്ട് കേട്ടു. നേരെ മോളുടെ അടുത്തേക്ക് പോയി. റൂമിൽ നോക്കിയപ്പോൾ മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളെയും എടുത്ത് പൊക്കി താഴോട്ട് ഞങ്ങൾ പോന്നു. അവൾ എണീറ്റ് കഴിഞ്ഞാൽ അവൾക്ക് എന്നെ കാണണം കേട്ടോ. അത് പപ്പയായാലും വേറെ ആരുണ്ടെങ്കിലും അമ്മ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടേ അവൾ എണീക്കാറുള്ളൂ. ഒരുവിധം പിള്ളേരെല്ലാം അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ അവൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പയും മോളും കൂടി ഉമ്മർത്തിരിക്കുന്നുണ്ട്. ഇനി അവർക്ക് രണ്ടുപേർക്കും ചായ ആയിട്ട് പോകണം. അങ്ങനെ അപ്പയുടെ ചായ റെഡി. ഇനി അപ്പയ്ക്കുള്ള ചായ ആയിട്ട് പോവാണ്. അപ്പയും മോളും ഉമ്മർത്തിരിക്കുന്നുണ്ട്. അവിടെ സിറ്റ് ഔട്ടിൽ രണ്ടുപേരിരുന്ന് കഥ പറച്ചിലാണ്. അപ്പയ്ക്ക് മാത്രമായിട്ട് ചായ ആയിട്ട് പോകുമ്പോൾ ചോദിക്കും ചിലപ്പോൾ കേട്ടോ, മോൾക്ക് ചായ ഇല്ലേ അമ്മ. അപ്പയും മോളും കൂടിയിട്ട് ചായ. അല്ലേ ചപ്പ ബ്രഷ് എവിടെ? പൊന്നൂസിൻ്റെ ചായ റെഡി. പൊന്നൂസിനാണെങ്കിൽ കടുപ്പം കുറച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ടാണ് ചായയിൽ. അപ്പയ്ക്കാണെങ്കിൽ കടുപ്പം കൂടുതൽ വേണം. അങ്ങനെ ഇതേ ചായയൊക്കെ കുടിക്കുകയാണ്. അപ്പയും മോളും കൂടിയിട്ട് ചെടിയൊക്കെ നനച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ കുഞ്ഞു ഗാർഡൻ. അധികം ചെടികളൊന്നുമില്ല. ഇനി കുറച്ച് ചെടികളൊക്കെ വാങ്ങണം. കുറച്ച് ചെടികൾ. ഇനി നമുക്ക് അപ്പനെയും പൊന്നൂസിനെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കാം. അതിന് മുന്നേ തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുക്കാം. തേങ്ങ അതാ പിഴിഞ്ഞ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുകയാണ്. ഇനി ഇതിൽ പഞ്ചസാര ഇട്ട് എടുക്കാം. വെള്ളയപ്പവും തേങ്ങാപ്പാലും റെഡി. കഴിക്കാൻ പോന്നോട്ടാ. പൊന്നൂസ് അപ്പയും കഴിക്കാൻ പോന്നോളൂ. അങ്ങനെ അപ്പേനെ തീറ്റിക്കാൻ പൊന്നൂസ് ടേബിളിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടുണ്ട്. അപ്പയ്ക്ക് ചാറ് വെച്ച് കൊടുക്കുക, അപ്പയ്ക്ക് വെള്ളയപ്പിട്ട് കൊടുക്കുക, അപ്പയുടെ വാല് വെച്ച് കൊടുക്കുക. ഇതാണ് ഇവിടെ സ്ഥിരം പണി. പൊന്നൂസ് ഇപ്പോൾ കഴിക്കില്ല കേട്ടോ. പൊന്നൂസ് അപ്പടൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അമ്മയും പൊന്നൂസും കൂടി ഇരുന്നിട്ടാണ് തിന്നുക. അതും പൊന്നൂസിന് പ്രത്യേക പ്ലേസൊക്കെ ഉണ്ട്.
ഇതേ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കഴിക്കപ്പേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അപ്പയുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മയും പൊന്നൂസും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. ഇവിടെയാണ് പൊന്നൂസിൻ്റെ സ്ഥിരം പ്ലേസ്. ഇവിടെ ഇരുന്നിട്ടാണ് അമ്മയും പൊന്നൂസും ഫുഡ് കഴിക്കുക. ഫോണൊക്കെ വെച്ച് ആസ്വദിച്ചിരുന്ന് കഴിക്കും. എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പേനെയും പൊന്നൂസിനെയും ഞാൻ ഇറച്ചി വാങ്ങാൻ പറഞ്ഞേക്കാണ്. ആ സമയം കൊണ്ട് എനിക്ക് കുറച്ച് പണികളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും. അങ്ങനെ ഇത് അപ്പയും പൊന്നൂസും ഇന്നലെ വാങ്ങിക്കൊടുത്ത കൊടിയൊക്കെ പിടിച്ചിട്ടാണ് പൊന്നൂസ് പോകുന്നത്. റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് അതൊക്കെ പിടിച്ച് പോകുന്നുണ്ട്. ആ ഗ്യാപ്പിന് ഞാൻ എൻ്റെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് തീർക്കുകയാണ്. ആദ്യം തന്നെ അടിച്ചു വാരുകയാണ്. പാത്രം കഴുകി അടിച്ചു വാരി അങ്ങനെ തുണി തിരുമ്പാളതൊക്കെ മാറ്റിയിടുക, അങ്ങനത്തെ കുറച്ച് പണികൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നേരം ഫോൺ നോക്കി. അത് കഴിഞ്ഞിരിക്കുമ്പോഴേക്കും അപ്പയും പൊന്നൂസും എത്തി. അവിടെ അടുത്ത് തന്നെയാണ് ഇറച്ചിക്കട, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എത്തി. അങ്ങനെ ഇതേ അപ്പയും പൊന്നൂസും നടന്നാണ് പോയത്. അടുത്ത് തന്നെ ആയതുകൊണ്ട് ഇന്ന് നമുക്ക് നടന്നു പോവാം അപ്പയെന്ന് പറഞ്ഞിട്ട് നടന്നാണ് ഇവർ രണ്ടാളും പോയത്. അങ്ങനെ നടന്ന് പോയിട്ട് ഇറച്ചി വാങ്ങി വന്നിരിക്കുകയാണ് അപ്പയും പൊന്നൂസും. ഇങ്ങനെയാണ് ഞങ്ങളുടെ രാവിലത്തെ ഒരു ദിവസത്തെ അവധി ദിവസമാണ് കേട്ടോ ഇന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ രാവിലെ കുറച്ചും കൂടി തിരക്കായിരിക്കും. ഇന്നിപ്പോൾ ഒരു അവധി ദിവസം ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണിത്. ഞങ്ങളുടെ മോർണിംഗ് റൊട്ടീൻസാണ് കാണിച്ചിരിക്കുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ടാറ്റാ ബൈ.